എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോൺ തോമസ് കുരുമ്പേലിൽ. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പിന്നെ ഇടയ്ക്കടത്തിനടുത്തുള്ള നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇന്ന് 2 രോഗികളെ കാണാനായിട്ട് ഇറങ്ങിയാണ്. ഞാൻ കുരുമ്പേൽ ഇലക്ട്രോണിക്സിൻ്റെ ഓണറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് അസോസിയേഷൻ ടെക്നീഷ്യന്മാരുടെ അസോസിയേഷൻ്റെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റേറ്റ് പ്രസിഡന്റ്, ട്രഷറർ, അതുപോലെ ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവരുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഷാജി എന്ന് പറഞ്ഞ ഒരു ടെക്നീഷ്യൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. പുള്ളി ബൈക്കിനകത്ത് പോയപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. നേരത്തെ പുള്ളിക്ക് ഒരു കാലിന് ഇച്ചിരി പ്രശ്നമുണ്ട്, ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളാണ്. അപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പോഴൊരു കോമ സ്റ്റേജിലാണ് പുള്ളി കിടക്കുന്നത്. വളരെയധികം സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലുള്ള ഫാമിലിയാണ്. ചികിത്സയ്ക്കായിട്ട് ധാരാളം പൈസ ആവശ്യമായിട്ടുണ്ട്. പുള്ളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കട്ടിലിൽ തന്നെ ഒരു കിടപ്പിലാണ്. ബോധം ഇല്ല. ആഹാരങ്ങൾ ട്യൂബിൽ കൂടെയാണ് കൊടുക്കുന്നത്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ അകത്തോട്ട് പോയിട്ട് കാണിക്കാം. കാണുന്നവർ മാക്സിമം ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വീടിൻ്റെ അവസ്ഥയും പുള്ളിയുടെ അവസ്ഥയും ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഈ വീട്ടിലിപ്പോൾ ഉള്ളത് ഷാജിയുടെ മകളാണ്. ഷാജിയുടെ മകൾ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ അല്ലേ, മോളത്തല്ല പഠിക്കുന്നത്, 7ലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ആക്സിഡൻറ്റ് നടന്നിട്ട് ഇപ്പം എത്ര മാസമായി? 3 മാസമായി അല്ലേ. 3 മാസം ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം കിടക്കുന്ന റൂമിൽ നമുക്കൊന്ന് കാണാം. ആക്സിഡൻ്റ് ഉണ്ടായതിനു ശേഷം തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റതിന് ശേഷം തലയോട്ടിയുടെ ഒരു ഭാഗം ഇളക്കി വയറ്റിൽ വെച്ചിരിക്കുകയാണ്. അത് തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് നോർമലായതിനു ശേഷം അത് തിരിച്ച് തലയിലോട്ട് വെക്കണം. ഇപ്പോൾ 3 മാസമായിട്ട് യാതൊരു പ്രതികരണവുമില്ലാതെ കിടക്കുകയാണ്. ആഹാരമെല്ലാം ട്യൂബിൽ കൂടെയാണ് കൊടുക്കുന്നത്. ഒരേ കിടപ്പിൽ തന്നെ കിടക്കുന്നു. വളരെ ഒരു മനസ്സ് അലിയിക്കുന്ന ഒരു രംഗമാണുള്ളത്. ഇദ്ദേഹം എൻ്റെ സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് വരികയും സ്പെയർ പാർട്സുകൾ വാങ്ങിക്കുകയും അത്യാവശ്യം സർവീസുകളൊക്കെ ചെയ്ത് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ജീവിക്കാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. അതുപോലെ ചികിത്സയ്ക്കും എല്ലാം ധാരാളം പൈസ ആവശ്യമുണ്ട്. തുടർ ചികിത്സയ്ക്കും ധാരാളം പൈസ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ സഹായം ഈ കുടുംബത്തിന് ഇപ്പോൾ നൽകി. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഈ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ പറ്റുന്ന സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ നൽകുക. ഒരു സഹായം അർഹിക്കുന്ന കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ നിത്യചെലവിനും അതുപോലെ കുട്ടിയുടെ പഠിത്തത്തിനും ശാരീരിക ചികിത്സയ്ക്കെല്ലാം ധാരാളം സഹായം ആവശ്യമുണ്ട്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.